ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26-ന് വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIRകളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈ റൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഢാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1ന്റെ വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈ റൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവ ചിൻയിങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരു നേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30-ന് അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95%-ലേറെ പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൌകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4823 HLB-കളാക്കി തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി M. ലിജു തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A. അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറണ്ട് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2ാം സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5ാം ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്. വനിതകളുടെ ഷോട്ട് പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ്ണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ K. ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ധ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന്
തുടരുമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻകറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.